ഇതിൽ നിന്ന് നമ്മൾ പോകുന്നത് മറ്റൊരു വിഷയത്തിലേക്ക്. പാലക്കാട് നിപ്പ എന്ന സംശയമുണ്ട്. മണ്ണാർക്കാട് നാട്ടുകൽ സ്വദേശിനി മലപ്പുറം പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. പ്രാഥമിക പരിശോധനാ ഫലം പോസിറ്റീവാണ്. കൂടുതൽ സാമ്പിളുകൾ പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചു. പാലക്കാട് DMOയുടെ നേതൃത്വത്തിൽ കൂടുതൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കും. വിവരങ്ങളുമായി ശിവദാസ് കർമ്മനം ചേർന്നു. ശിവദാസ്, സംശയമുണ്ടായിരുന്നു, പക്ഷേ പ്രാഥമിക പരിശോധനാ ഫലം പോസിറ്റീവ് ആയതോടുകൂടി ഇനി എന്തൊക്കെ നടപടികൾ? വീണ, കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് മണ്ണാർക്കാട് നാട്ടുകൽ സ്വദേശിനിയെ മലപ്പുറം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇവർക്ക് കടുത്ത പനി ആയിരുന്നു. അതിനെ തുടർന്ന് നിപ്പയുടെ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് പിന്നീട് ഇവരുടെ രക്തം പരിശോധിച്ചു. അതിനുശേഷം മറ്റ് സാമ്പിളുകളെല്ലാം തന്നെ എടുത്ത് പരിശോധിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തി. ഈ പരിശോധനയിലാണ് ഇവർക്ക് പ്രാഥമിക പരിശോധനയിൽ നിപ്പ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ നിലവിൽ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഒരുപക്ഷെ തൊട്ടടുത്ത ദിവസം തന്നെ ഈ പരിശോധനാ ഫലവും വരും. നിലവിൽ ഇപ്പോൾ കോഴിക്കോട് പരിശോധനയിൽ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ പ്രാഥമിക പരിശോധനയിൽ നിപ്പ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം കൂടി വരികയാണെങ്കിൽ മാത്രമേ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയൂ. നിലവിൽ ഇപ്പോൾ ഇന്നലെ മണ്ണാർക്കാട് ഇവരുടെ സ്ഥലത്ത്, അതായത് നാട്ടുകൽ പ്രദേശത്തെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് മറ്റു മുൻകരുതൽ നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചിരുന്നു. ഇവർ അതോടൊപ്പം തന്നെ മറ്റ് തുടർ നടപടികളും സമ്പർക്ക പട്ടിക അടക്കമുള്ളവ തയ്യാറാക്കും. മറ്റ് DMOയുടെ നേതൃത്വത്തിൽ, പാലക്കാട് DMOയുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പ്രദേശത്തുള്ള ജനപ്രതിനിധികളും അടക്കമുള്ളവർ യോഗം ചേർന്ന് മറ്റ് തുടർ നടപടികളെല്ലാം തന്നെ സ്വീകരിക്കും. സമ്പർക്ക പട്ടികയും ഹൈറിസ്ക് പട്ടിക അടക്കമുള്ളവ തയ്യാറാക്കും. ഇതിന്റെ മറ്റ് നടപടികളെല്ലാം തന്നെ ഇന്ന് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. വീണ. ശരി ശിവദാസ്.